എത്ര പഴകിയ ചുമയുമാകട്ടെ, അതിപ്പോൾ വരണ്ട ചുമയോ സാധാരണ ചുമയോ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വിട്ടുമാറാത്ത ചുമയോ ഏതുമാകട്ടെ, എത്ര പഴകിയതും വിട്ടുമാറാത്തതുമായ ശ്വാസം മുട്ടലും ആസ്മയും മാറ്റിയെടുക്കാനും നെഞ്ചിലും തലയിലും കെട്ടിക്കിടക്കുന്ന കഫത്തിന്റെ അടിവേരിളക്കാനും പ്രതിവിധിയായ ഒരു അത്ഭുത കൂട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു yet another episode of my channel and you're watching Shrutis Vlog Tube. ചുമയും ശ്വാസം മുട്ടലും കഫക്കെട്ടും അതിപ്പോൾ എത്ര പഴകിയതുമാകട്ടെ എത്ര വിട്ടുമാറാത്തതുമാകട്ടെ വെറും 7 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന പ്രകൃതിയുടെ വരദാനമായ ഒരു ചെടിയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിളായി ആർക്കും ചെയ്യാവുന്ന ഒന്നാണ്. നമ്മുടെ വീടുകളിൽ തന്നെ അവൈലബിൾ ആയ ചേരുവകളാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ചേരുവ ആടലോടകമാണ്. ഇന്ത്യയിൽ മിക്കയിടത്തും വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ആടലോടകം. അക്കാന്തേസി കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെടിയായ ആടലോടകത്തിന്റെ ശാസ്ത്രനാമം ആടത്തോട വസിക്ക എന്നാണ്. ആടുതൊടാപ്പാല എന്ന ഇതിന്റെ വിളിപ്പേരിൽ നിന്നാണ് ആടത്തോട എന്ന ശാസ്ത്രനാമം ഇതിന് ലഭിച്ചത്. ആയുർവേദത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ആടലോടകം. ഇത് 2 തരത്തിലുണ്ട്. ചെറിയ ആടലോടകം അല്ലെങ്കിൽ ചിറ്റാടലോടകം, മറ്റൊന്ന് വലിയ ആടലോടകം. ഇതിൽ ചെറിയ ആടലോടകത്തിനാണ് ഔഷധമൂല്യം കൂടുതൽ. മാത്രമല്ല വലിയ ആടലോടകത്തിനേക്കാൾ മരുന്നിനായി ഉപയോഗിക്കുമ്പോൾ താരതമ്യേന കയ്പ് കുറവും ചിറ്റാടലോടകത്തിനാണ്. ചെറിയ ആടലോടകത്തിന്റെ ഇലകളിൽ 8 ജോഡി ഞരമ്പുകൾ വരെ കാണാം. എന്നാൽ വലിയ ആടലോടകത്തിൽ 14 ജോഡിയിലേറെ ഞരമ്പുകളുണ്ട്. നെഞ്ചിലും തലയിലും കെട്ടിക്കിടക്കുന്ന കഫം വളരെ പെട്ടെന്ന് അടിവേരോടെ ഇളക്കാനും എത്ര വിട്ടുമാറാത്ത കനത്ത ചുമയും ശ്വാസതടസ്സവും മാറാനും ഒരു അത്ഭുത മരുന്നാണ് ആടലോടകം. ഇന്ന് വിപണിയിൽ അവൈലബിൾ ആയ പല കഫ് സിറപ്പുകളുടെയും പ്രധാന ചേരുവയും ആടലോടകം തന്നെയാണ്. എങ്ങനെയാണ് ആടലോടകം ശരീരത്തിലുള്ള കഫം ഇളക്കി കളയാനും അതുപോലെ വിട്ടുമാറാത്ത ചുമയ്ക്കും ശ്വാസം മുട്ടലിനും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വെക്കുക. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു പാനീയം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചിറ്റാടലോടകം അല്ലെങ്കിൽ ചെറിയ ആടലോടകമാണ്. ഇത് കിട്ടുന്നവർ ഇത് തന്നെ ഉപയോഗിക്കുക. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ വലിയ ആടലോടകമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പിടി ആടലോടകത്തിൻ്റെ ഇല പറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൈയളവിൽ ഒരു വലിയ പിടി തന്നെ ആടലോടകം ഈ ഒരു പാനീയം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആടലോടകത്തിൻ്റെ ഇല മാത്രമാണ് ഈ ഒരു പാനീയം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ വളരെ മികച്ച റിസൾട്ട് തരുന്ന ഈ പാനീയം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു പാൻ ഇവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ പതുക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ആടലോടകത്തിൻ്റെ ഇലകൾ ഇട്ട് കൊടുക്കാം. ഈ ഇല നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വഴറ്റി മൂപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കരുത്. ആടലോടകം ഈ പാനിലേക്ക് വെറുതെ ഇട്ട് തന്നെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആടലോടകത്തിൻ്റെ ഇല ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജീരകം സാധാരണ ചെറിയ ജീരകമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ജീരകം കൂടിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുന്നത് വരെ നിങ്ങളിതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ജീരകം ഒന്ന് മൂത്ത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ കളറ് ഒരു ഡാർക്ക് റെഡിലേക്ക് മാറുന്നതാണ്. അപ്പോൾ പതുക്കെ പതുക്കെ ഇതിൻ്റെ കളർ കൂടി ഒരു കട്ടൻ ചായയുടെ കളറിലേക്കൊക്കെ ആവുന്നതാണ് കേട്ടോ. ഇനി ചെറിയ തീയിലിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. വറ്റിച്ച് പകുതിയാക്കി എടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഈ 2 ഗ്ലാസ് വെള്ളം പകുതിയാക്കി, അതായത് 1 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം പകുതിയായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം.
ഈ വെള്ളം നിങ്ങൾ അരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഒരു ചെറിയ ചൂടിൽ കുടിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കുടിക്കാനായിട്ട് എടുക്കുമ്പോൾ ഒന്ന് ചെറുതാക്കി ചൂടാക്കി തന്നെ കുടിക്കുക. അപ്പോൾ ഇനി ഇത് അരിച്ചെടുത്ത ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ പാനീയം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി പറയാം. ഇതിപ്പോൾ നമ്മൾ വറ്റിച്ചെടുത്തപ്പോൾ ആകെ ഒരു ഗ്ലാസ് ആണല്ലോ ഉള്ളത്. ഈ ഒരു ഗ്ലാസ് നിങ്ങൾ തുല്യമായിട്ട് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്ന ആദ്യ പകുതി നിങ്ങൾ രാവിലെയും രണ്ടാമത്തെ പകുതി രാത്രിയാണ് കഴിക്കേണ്ടത്. അതായത് ദിവസത്തിൽ 2 നേരമാണ് നമ്മളിത് കഴിക്കുന്നത്. 2 നേരവും ഭക്ഷണത്തിന് 1 മണിക്കൂർ ശേഷം വേണം കഴിക്കാനായിട്ട്. 2 വയസ്സിന് മുകളിൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഈ പാനീയം ദിവസവും 2 നേരം വെച്ചിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് തന്നെ കഴിക്കുക. ഈ 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ചുമയും എത്ര കഠിനമായ ശ്വാസം മുട്ടലും കഫക്കെട്ടും ഒക്കെ മാറിയിട്ട് ശരീരം നല്ല ക്ലിയർ ആവുന്നതാണ്. ഇനി അതിശക്തമായ ശ്വാസം മുട്ടലും ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളവർക്ക് 7 ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ 7 ദിവസം ഈ ഒരു പാനീയം കുടിച്ചതിന് ശേഷം 2 ദിവസം കുടിക്കാതിരിക്കുക. 2 ദിവസം ഗ്യാപ്പിട്ടതിന് ശേഷം വീണ്ടും 7 ദിവസം കൂടി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു പാനീയം നമ്മൾ ചെറിയ ആടലോടകം കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് കമ്പാരിറ്റീവ്ലി കയ്പ്പ് കുറവായിരിക്കും. ഇനി അല്പം കയ്പുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ചുമയ്ക്കും ശ്വാസം മുട്ടലിനും അതുപോലെ കഫമൊക്കെ ഇളകി പോകാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതിലും മികച്ച ഒരു മരുന്ന് ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു പാനീയം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല, ഒത്തിരി ആയുർവേദ ഗുണങ്ങളുള്ള ഒന്നാണ് ആടലോടകം. അപ്പോൾ ആടലോടകത്തിന് 2-3 ഗുണങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നേത്രരോഗങ്ങൾ അതുപോലെ കണ്ണിലുണ്ടാകുന്ന അലർജിയൊക്കെ മാറിക്കിട്ടാനായിട്ട് ആടലോടകത്തിൻ്റെ പൂവ് ചതച്ച് ആ നീരെടുക്കുക. ആ നീര് കണ്ണിലെത്തിക്കുന്നത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഇതുപോലുള്ള അലർജിയും നേത്രരോഗങ്ങളും ഒക്കെ വളരെ എളുപ്പത്തിൽ മാറിക്കിട്ടാനായിട്ട്. ഇനി ആടലോടകത്തിൻ്റെ ഇല പിഴിഞ്ഞെടുത്ത നീര് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുടിച്ചാൽ ശ്വാസ സംബന്ധമായ രോഗങ്ങളും എത്ര പഴകിയ ചുമയും വളരെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് ആടലോടകം വാട്ടിപ്പിഴിഞ്ഞ നീരിൽ സമം തേൻ ചേർത്ത് കൊടുക്കുന്നത് പനിയും ചുമയും വളരെ പെട്ടെന്ന് മാറിപ്പോവാൻ ഹെൽപ്ഫുള്ളാണ്. ഇനി ആരോഗ്യപരമല്ലാത്തൊരു ഗുണം കൂടെ പറയാം. ഈ ആടലോടകം നന്നായിട്ട് തിളപ്പിച്ച് കഷായമാക്കി അത് ആറി വരുമ്പോൾ നിങ്ങളുടെ ചെടികളിലും മറ്റും തളിക്കുക. ഈ കഷായം ചെടികളിൽ തളിക്കുന്നത് ചെടികളെയും പൂക്കളെയൊക്കെ ആക്രമിക്കാൻ വരുന്ന ഈച്ചകളും വണ്ടുകളും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല, ഒട്ടനവധി ഗുണങ്ങളുള്ളൊരു ചെടിയാണ് ആടലോടകം. അപ്പോൾ ഈ ചെടിയൊക്കെ നിങ്ങൾ പരമാവധി പ്രിസർവ് ചെയ്യാൻ നോക്കുക. അതുപോലെ ചുമ, ശ്വാസം മുട്ടൽ, കഫക്കെട്ട് എന്നിവയൊക്കെ ഉള്ളവർ ഞാൻ ഇന്ന് പറഞ്ഞ ഈ മെത്തേഡ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻസ് ആയിട്ടൊന്ന് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകാൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.